കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയതിൽ പ്രതിഷേധിച്ച് യുവാവ് ട്രാൻസ്ഫോർമറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായ ആരോമലാണ് ഊന്നുകല്ലിലുള്ള ഭാര്യ വീടിന് മുന്നിലെ ട്രാൻസ്ഫോർമറിൽ കയറി മണിക്കൂറുകളോളം നാടിനെ മുൾമുനയിൽ നിർത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ ദീർഘനേരത്തെ അനുനയ നീക്കങ്ങൾക്കൊടുവിലാണ് പുലർച്ചെയോടെ യുവാവ് താഴെയിറങ്ങിയത്. സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് നാട്ടുകാർ. 7 മാസം ഗർഭിണിയായ കാമുകിയെ ആരോമൽ സ്വന്തം വീട്ടിലേക്ക് താമസിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഭർത്താവിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇനി ആരോമലിനോടൊപ്പം ജീവിക്കാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഭാര്യ. ശനിയാഴ്ച രാത്രിയിലാണ് അതീവ അപകടകരമായ രീതിയിൽ 11 kV ലൈൻ കടന്നു പോകുന്ന ട്രാൻസ്ഫോർമറിന് മുകളിൽ ആരോമൽ കയറിയത്. താഴേക്ക് ചാടുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ KSEB ഓഫീസിൽ അറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. പത്തനംതിട്ട പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി യുവാവിനെ അനുനയിപ്പിക്കാൻ ശ്രമം തുടങ്ങി. രാത്രി വൈകിയും ട്രാൻസ്ഫോർമറിന് മുകളിൽ തുടർന്ന ആരോമലിനെ താഴെയിറക്കാൻ ഉദ്യോഗസ്ഥർക്കേറെ പണിപ്പെടേണ്ടി വന്നു. ഒടുവിൽ പുലർച്ചെയോടെയാണ് ഇയാൾ താഴെയിറങ്ങാൻ സമ്മതിച്ചത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും പത്തനംതിട്ടയെ അമ്പരപ്പിച്ച ഒരു വാർത്തയായി ഇത് മാറി. സ്വന്തം തെറ്റുകൾ തിരുത്തുന്നതിന് പകരം ജീവൻ പണയം വെച്ച് ഇത്തരമൊരു നാടകം കളിച്ച യുവാവിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. അസാധാരണമായ ഈ ആത്മഹത്യാ ഭീഷണി കാണാൻ രാത്രിയിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. അതേസമയം ബ്ലേഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈവശം വച്ചാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മണിക്കൂറുകളോളം ഫയർഫോഴ്സും പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തുണ്ടായിരുന്നു. ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ഇയാളെ അനുനയിപ്പിച്ചു നോക്കിയെങ്കിലും ഇയാൾ വീണ്ടും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. ലാഡർ ഉപയോഗിച്ച് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രദീപ് കുമാർ, രമേശ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് എന്നിവർ പോസ്റ്റിന് മുകളിൽ കയറുകയും റോപ്പ് നെറ്റ് എന്നിവയുടെ സഹായത്തോടെ വളരെ സാഹസികമായി ഇയാളെ സുരക്ഷിതമായി താഴെ എത്തിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആംബുലൻസിൽ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പത്തനംതിട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ ശ്രീ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ അനീഷ് കുമാർ, അഭിലാഷ്, വിഷ്ണു, വിജയ്, ശ്യാംജി, ആദർശ്, വിജിൻ രാജ്, നസീർ, വിനയചന്ദ്രൻ, അനിൽകുമാർ എന്നിവർ ഉണ്ടായിരുന്നു.